എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അറബിക് റൈസ് റെസിപ്പി തന്നെയാണ് കേട്ടോ. അതായത് മഹമൂസ് ഗുത്തൈഫി. പേര് കേട്ടൊന്നും പേടിക്കേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ റൈസ് തന്നെയാണ്. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയുന്നത്. 3 സവാള എടുക്കുക. അതിനകത്ത് ഒരെണ്ണം വൈറ്റ് കളർ ആയിരിക്കണം, ബാക്കി 2 നമുക്ക് സാധാരണ എടുക്കുന്ന സവാള തന്നെ എടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കണേ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. ഇതിൽ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പിക്ക് ഒലിവ് ഓയിൽ നിർബന്ധമാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാള 3 അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതിനെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ട് സവാളയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ, അതായത് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് ചെറുതായി ഇതിനെ ഒന്ന് നമുക്ക് ബ്രൗൺ കളറാക്കി എടുക്കണേ. ഈ സവാള ഈ ഒരു ബ്രൗൺ കളറാകുന്ന പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. സവാള ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു കളർ തന്നെ സവാളയ്ക്ക് വരണേ. നമ്മൾ വറുത്തെടുക്കത്തില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടെ കളർ കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 2ആയിട്ട് പിളർന്ന് എടുക്കണേ. കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ചിക്കൻ ഇത് ഞാനിപ്പോൾ സ്കിന്നോട് കൂടെ അല്ല എടുത്തേക്കുന്നത്, ചിക്കൻ തൊലിയോട് കൂടെ തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ കിട്ടുന്നെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഇനി ചിക്കൻ ഇതിലെത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴച്ചെടുക്കണം. കണ്ടോ, ചെറുതായി അതിൻ്റെ കളറൊന്നും മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനൊരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്, 2 ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട 3-4 മുറിച്ചത്, ഒരു 3-4 ഗ്രാമ്പൂ, ഒരു ഉണക്കനാരങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഇത്രയും വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ബാക്കി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് പാപ്രിക്ക എന്നും പറഞ്ഞ് ഒരു പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഒരു പൗഡർ ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഈ പാപ്രിക്ക പൗഡർ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് കേട്ടോ. എന്നിട്ട് ഈ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചിക്കൻ വഴറ്റിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 2.5 കപ്പ് റൈസ് എടുത്തിരിക്കുന്നത്. അതിന് 4 കപ്പ് വെള്ളം, ആ സെയിം കപ്പിന് തന്നെ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇനിയിപ്പം ചിക്കൻ വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കണേ, ഞാൻ ഏകദേശം 1/2 മണിക്കൂർ എടുത്തു ചിക്കൻ വേവാൻ. എന്നിട്ട് ചിക്കൻ നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. 2 ചിക്കനും മാറ്റിക്കഴിഞ്ഞ് ഞാൻ സെയിം വെള്ളത്തിലേക്ക് തന്നെ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ബസ്മതി റൈസാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം 15 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് റൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടച്ചു വെച്ച് വേവിക്കാം. റൈസ് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ എടുത്ത ചിക്കൻ ഒന്നീ ഫ്രൈയിങ് പാനിൽ, അല്ലെങ്കിൽ എയർ ഫ്രൈയിൽ, അല്ലെങ്കിൽ അവനിൽ വെച്ച് നമുക്കിതിനെ ഒന്നുകൂടൊന്ന് മുരിയിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പം അവനിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. 10 മിനിറ്റ് നേരം അവനിലേക്ക് വെച്ചിട്ടുണ്ട് ഉണ്ടോ. ഈ ഒരു സമയത്ത് റൈസ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ആ കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചത് കറക്റ്റായിരുന്നു കേട്ടോ. 2.5 കപ്പിന് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ ഒരു നാരങ്ങ ഇതിൽ നിന്ന് മാറ്റുവാണേ. മാറ്റണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഇട്ടിരിക്കാം, പക്ഷേ ഞാൻ അതൊന്ന് മാറ്റി കൊടുക്കുവാണ്. റൈസ് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റിയ ചിക്കന് ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈയിങ് പാനിലോ അല്ലെങ്കിൽ അവനിലോ എയർ ഫ്രൈയിലോ ഒക്കെ വെച്ച് നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ പുറംഭാഗം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ചിക്കനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ അവനില്ലാത്താണ് 10 മിനിറ്റ് നേരം വെച്ചിരുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ചെറുതീയിൽ ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് റൈസും റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റൈസ് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോഴേ
അതിനേക്കാൾ നല്ലതായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. വളരെ പെട്ടെന്നാണ് കേട്ടോ, നമ്മളൊരിക്കും ഭയങ്കര പാടാണെന്നൊന്നുമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ്. ചിക്കൻ റൈസാണ്, മഹമൂസ് ഗുത്തൈഫി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനോട് നമ്മൾ മന്തി കഴിക്കുന്ന പോലെ ഒരു മയണൈസോ അല്ലെങ്കിൽ ചട്നി, തക്കാളിയുടെ ചട്നി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്, അല്ലെങ്കിൽ തന്നെ വളരെ ടേസ്റ്റി കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയോളൂ. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.